NSS SNDP ഐക്യപിന്മാറ്റത്തിൽ വിശദീകരണവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഐക്യമൊരു കെണിയായി തോന്നിയെന്നും അതിൽ വീഴേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും സുകുമാരൻ നായർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം VD സതീശിനെയും ജി സുകുമാരൻ നായർ രൂക്ഷമായി വിമർശിച്ചു. ഈ തീരുമാനം നടക്കാതെ പോയത് വേറെ ആരുടെ ഇടപെടൽ കൊണ്ടാണ്. സുകുമാരൻ നായർ വളരെ ക്ലീനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ സുകുമാരൻ നായർക്ക് നല്ല വിശ്വാസമുണ്ട്, വേറെ ആരും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. എൻ്റെ അനുഭവം ഞാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പറഞ്ഞു. ഡയറക്ടർ ബോർഡ് യോഗം എൻ്റെ അഭിപ്രായം ത്തോടുകൂടി യുനാനിമസ് ആയിട്ട് ഈ ഐക്യം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ വേറെ ഇടപെടൽ ഉണ്ടെന്നാണല്ലോ അദ്ദേഹം സംശയിക്കുന്നത്. ആരോ ആണ്, അതുകൊണ്ടാണ് സുകുമാരൻ നായർ ഇങ്ങനെ എങ്ങനെ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ഇടപെടലില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ തർക്കം വരുന്നില്ല. ഒരു സഹോദര സംഘടന എന്നുള്ള നിലയിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങേയറ്റം തരം താണ രീതിയിലും മറ്റും മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ കേട്ടുപറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഇത്രയും പ്രായമുള്ള ഒരാള്, ഒരു വലിയ മഹാസംഘടനയുടെ തലപ്പത്തുള്ള ആള്, അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അത് പേപ്പറിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ, ഞാൻ അത് അനുകൂലിച്ച് സംസാരിച്ചു. അപ്പം ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. ആകാമെന്ന് പറഞ്ഞു. ഇത് വാക്കാലുള്ള കാര്യങ്ങളല്ലാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 21-ാം തീയതി ഞങ്ങൾ ഇവരുടെ നേതൃയോഗം കൂടുന്നുണ്ട്, ആ യോഗത്തിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാം, എന്നിട്ട് വന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഐക്യത്തിൻ്റെതായ ചർച്ച നടക്കാൻ പോകുന്നേ ഉള്ളൂ. അന്നേരമാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ വരും എന്ന് കണ്ട് സംസാരിക്കാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ ആട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയ കാര്യമാണത്. തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിച്ചു. ഞാനവിടെ 2-3 ദിവസത്തേക്കകം വരാം എന്ന് പറഞ്ഞു. ഒന്നാമത് അത്രയും 3 ദിവസം മറ്റും ഇടേണ്ട കാര്യമില്ലായിരുന്നു അതിനകത്ത്. 2-3 ദിവസത്തേക്കകം വരാം എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും, പങ്കെടുക്കാൻ കഴിയും? താങ്കൾ ഒരു പാർട്ടിയുടെ നേതാവല്ലേ, അതും കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാന ആളല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആള് SNDP NSS ഐക്യവുമായിട്ട് ഐക്യം SNDP NSSുമായിട്ടുള്ള ഐക്യത്തെ പറ്റി സംസാരിക്കുന്നതിന് എങ്ങനെ ഒക്കും? അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് പൊളിറ്റിക്സ് ആകുമെന്ന് പറഞ്ഞു. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ 2-3 ദിവസം 3-4 ദിവസം ഇത് കഴിഞ്ഞ് തള്ളി ഇട്ടേ പിന്നെ ഇങ്ങോട്ട് ചർച്ച പോലും ചെയ്യാൻ വരുന്നുള്ളൂ. അതാണ് ഇതിന്റെ. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നി ഇതിലെന്തോ ഇടപെടലുകളുണ്ട്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിന്റെ പിന്നിൽ എന്തോ ഉണ്ട്, അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നി.
ഞാനിപ്പോൾ ഇതൊന്നും NSSന്റെ ഡയറക്ടർ ബോർഡിനെ ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ NSSന്റെ ഡയറക്ടർ ബോർഡ് വിളിച്ചു. അത് ഞാൻ നേരത്തെ പറയുന്നു. ഐക്യം